ആദ്യം നമ്മൾ പോകുന്നത് ജർമ്മനിയുടെ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിലേക്കാണ്. ലോകകപ്പിൽ ജർമ്മനി കുർസാവോയ്ക്കെതിരെ 4 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. ജർമ്മനിക്കായി നെംചെ, നിക്കോ സ്റ്റോട്ടൻബർഗ്, കായ് ഹവേർട്സ്, ജമാൽ മൂസിയാല എന്നിവരാണ് ഗോൾ നേടിയിട്ടുള്ളത്. മറുപടിയായി കുർസാവോ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അവരുടെ ഒരു പോരാട്ട വീരം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ജർമ്മനി പോലൊരു രാജ്യത്തിനെതിരെ ഒരു ഗോൾ നേടുക എന്ന് പറയുന്നത് തന്നെ അവരുടെ വലിയ വിജയമാണ്. കാരണം 1 ലക്ഷം മാത്രമാണ് അവരുടെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ലോകകപ്പ് പോലൊരു വേദിയിൽ ആദ്യമായി കളിക്കാനെത്തുന്നു. ജർമ്മനിക്കെതിരെ അവർ ഗോൾ നേടുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, ഏറ്റവും പ്രധാനപ്പെട്ടത് ജർമ്മനി 4 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കുർസാവോക്ക് ഒരു ഗോൾ തിരിച്ചടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ച് വലിയ വിജയമല്ലേ? യെസ് ഹരി, ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ചരിത്രമായിരുന്നു. ഏറ്റവും ചെറിയൊരു രാജ്യം എന്ന് പറഞ്ഞ ലോകകപ്പിലേക്ക് യോഗ്യതന്നെ ഏറ്റവും ചെറിയ രാജ്യമായി കുർസാവോ മാറി. അപ്പോൾ ഇന്ന് ലോകകപ്പിൽ പന്ത് തട്ടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറി. ദെൻ ഏറ്റവും ഓൾഡസ്റ്റ് കോച്ച്, ഈ ഒരു കുർസാവോയുടെ കോച്ച് ഡിക് അഡ്വക്കേറ്റ്, 78 വയസ്സുള്ള കോച്ച്, ഓൾഡസ്റ്റ് കോച്ചായി. അതോടൊപ്പം അവർ ആദ്യ ഗോളും കുറിച്ചു. അപ്പോൾ 3 ചരിത്ര നിമിഷങ്ങളാണ് ഹ്യൂസ്റ്റണിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മാച്ചിൽ തുടക്കം ജർമ്മനി ഒരെണ്ണം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ജർമ്മനി ഫസ്റ്റ് ഗോൾ നേടുന്നു. നെമേച്ചയാണ് ആ ഒരു ഗോൾ നേടുന്നത്. വിറ്റ്സുമായിട്ടൊരു 1-1 കളിച്ച് നെമേച്ച ആ ഗോൾ നേടുന്നു. അതിനുശേഷം ആണ് ഈ ചരിത്രം പിറക്കുന്നത്. ലിവാനോ കൊമനൻസി എന്ന 22 വയസ്സുകാരനാണ് ആ ഒരു ഗോൾ നേടിയത്. അദ്ദേഹം ഫുൾ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം ആ ഒരു ഗോൾ കുറിക്കുന്നത് എങ്ങനെയാണെന്നെങ്കിൽ ബോക്സിന്റെ എഡ്ജിൽ നിന്നൊരു തകർപ്പൻ ഷോട്ട് ജർമ്മൻ ഡിഫൻഡർ താരത്തിന്റെ കാലിൽ തട്ടി പൊന്തി. മാനുവൽ നോയറാണ് ഗോൾ പോസ്റ്റിൽ നിൽക്കുന്നത്, അത് ഓർക്കണം. ആ ലെജൻഡറി കീപ്പറെ മറികടന്ന് അത് വലയിലേക്ക്. അപ്പോൾ പറഞ്ഞ പോലെ 1,50,000 താഴെ ജനസംഖ്യയുള്ള ഒരു രാജ്യം ലോകവേദിയിൽ, അതും ജർമ്മനി പോലുള്ളൊരു വമ്പൻ നേഷത്തിനെതിരെ ഗോളടിക്കുകയാണ്. അതൊരു ചരിത്രം തന്നെയാണ് ഹരി.